വാലൻസ് ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യുന്നത് അതിന്റെ ബേസിൽ നമ്മൾ എലമെന്റ്സിനെ 4 ബ്ലോക്ക് ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ബ്ലോക്സ്? എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ആദ്യത്തെ 2 ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നത്. ഗ്രൂപ്പ് 1 and 2 ഫോം എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഈ എസ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ഗ്രൂപ്പ് 1 and 2 they are metals. They are highly reactive ആയ മെറ്റൽസ് ആണ്. ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസ് ആണ് ആദ്യത്തെ 2 ഗ്രൂപ്പിലുള്ളത്. അവയ്ക്ക് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ കുറവായിരിക്കും. യൂഷ്വലി ദീസ് എലമെന്റ്സ് ഫോം അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഫോം ചെയ്യുന്നത്. അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ലിഥിയം, ബെറിലിയം. ലിഥിയം, ബെറിലിയം ഒക്കെ മെയിൻ ആയിട്ട് കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ എസ് ബ്ലോക്ക് എലമെന്റ്സും അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് 1 ആണെങ്കിൽ അതിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 ആയിരിക്കും. NS1 അതായത് ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഗ്രൂപ്പ് 1 ഫസ്റ്റ് എലമെന്റ് ആരാണ്? ലിഥിയം. ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 എന്നാണ്. 1s2 2s1. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് ഇവിടെ 2 എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എസ് ഓർബിറ്റലാണ്. അതിൽ 1 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇതിന്റെ താഴെ എലമെന്റ് 3s1 ആയിരിക്കും. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയാം NS1 ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതേപോലെ ഗ്രൂപ്പ് 2 ആണെങ്കിൽ അതിന് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 ആണ്. 2s2 3s2 അടുത്താണെങ്കിൽ 4s2 അങ്ങനെ പോകും. അപ്പൊ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 1 എലമെന്റ് NS1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഗ്രൂപ്പ് 2 ആണെങ്കിൽ അതിനെ NS2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പി ബ്ലോക്ക് എലമെന്റ്സ്. ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ ഗ്രൂപ്പാണ് പി ബ്ലോക്കിൽ പെടുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള എലമെന്റ്സ് ആണ്. ഇപ്പൊ ഗ്രൂപ്പ് 13 നമ്മൾ ബോറോൺ ഫാമിലി എന്ന് പറയും. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി. ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്ന് പറയും. ഗ്രൂപ്പ് 17 ഹാലോജൻ ഫാമിലി. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ്. ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള എലമെന്റ്സ് ആണ് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സ് കൂടുതലും നോൺ മെറ്റൽസ് ആണ്. മോസ്റ്റ് ഓഫ് ദ പി ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ മെറ്റൽസ്. They form ionic as well as covalent compounds. Ionic compounds covalent compounds പി ബ്ലോക്ക് എലമെന്റ്സ് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നോക്കാം. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 തൊട്ട് NS2 NP6 വരെ. NS2 NP1 തൊട്ട്
ns2 np6 വരെ. അതായത് 13 ഗ്രൂപ്പ് ആണെങ്കിൽ an electronic configuration ns2 np1 ആയിരിക്കും. For example, boron atomic number 5 ആണ്. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ boron ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. boron 13 ഗ്രൂപ്പിലുള്ളതാണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് n=2 എന്നുള്ള ഷെല്ലാണ്. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 2s2 2p1. അതിന്റെ താഴെ എലിമെന്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൽ താഴെ എലിമെന്റ് ആണെങ്കിൽ 3s2 3p1 അങ്ങനെ പോകുന്നു. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം ns2 np1 ആയിരിക്കും 13 ഗ്രൂപ്പ് എലിമെന്റ്സ്. അങ്ങനെ പോയി ലാസ്റ്റ് 18 ഗ്രൂപ്പ് ആവുമ്പോൾ ns2 np6 ആയിരിക്കും. ഏതാണ് 18 ഗ്രൂപ്പ് എലിമെന്റ്സ്? നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസ് പെട്ടാണ് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 1s2 2s2 2p6. അപ്പോൾ 2s2 2p6 അതിന് താഴെയുള്ള എലമെന്റിന് 3s2 3p6 ആൻഡ് സോ ഓൺ. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് പറയാം ns2 np6. അപ്പോൾ 13 ഗ്രൂപ്പ് ആണെങ്കിൽ ns2 np1, 14 ആവുമ്പോൾ ns2 np2, അങ്ങനെ പോയി ലാസ്റ്റ് 18 ഗ്രൂപ്പ് എത്തുമ്പോൾ ns2 np6 ആയിരിക്കും. അപ്പോൾ p ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ varies between ns2 np1 to ns2 np6. s ബ്ലോക്ക് എലമെന്റ്സിനെയും p ബ്ലോക്ക് എലമെന്റ്സിനെയും ചേർത്ത് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. S block elements and P block elements are collectively called representative elements. S block elements name P block elements name ചേർത്ത് പറയുന്ന പേരാണ് representative elements. Next, D block elements. D block elements നെ transition elements എന്ന് കൂടെ പറയുന്നു. ഗ്രൂപ്പ് 3 to 12 ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള എലമെന്റ്സ് ആണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്? എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയ്ക്ക് വരുന്ന എലമെന്റ്സ് ആണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും എലമെന്റ്സിന്റെ ഇടയിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെയും പി ബ്ലോക്ക് എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസിന്റെ ഒരു മിഡ്വേ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 3 to 12 ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ പോയിന്റ്, they form colored compounds. Colored compounds ഫോം ചെയ്യുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ്. വേറൊരു പ്രത്യേകത, they show variable oxidation state. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്നു. മാംഗനീസ് +2 തൊട്ട് +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, they show variable oxidation state. മൂന്നാമത്തെ പോയിന്റ്, പാരാമാഗ്നറ്റിക്. they show paramagnetism.
അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ അട്രാക്ട് ചെയ്യുന്നു. ഷോ പാരാ മാഗ്നറ്റ്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇനി അടുത്ത പോയിന്റ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ആയിട്ട് ട്രാൻസിഷൻ എലിമെന്റ്സ് യൂസ് ചെയ്യുന്നു. ഇനി എന്താണ് ഈ ട്രാൻസിഷൻ എലിമെന്റ്സിന് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 d 1 to 10 n-1 to 2. ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 d 1 to 10 n-1 to 2 ആയിരിക്കും. എന്താണ് n-1 d എന്ന് പറയുന്നത്? നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ ഈ ഓർബിറ്റൽസിന്റെ ഈ സബ്ഷെല്ലിന്റെ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ടാവും. 1s 2s അങ്ങനെ. അപ്പോൾ 4s ഫിൽ ചെയ്ത ശേഷം മാത്രമാണ് 3d ഫിൽ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ 4s 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഫിൽ ചെയ്ത ശേഷം മാത്രമാണ് 3d ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. 4s to 3d 1, 4s to 3d 2 അങ്ങനെ 10 വരെ പോവാം. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ n = 4 എന്നുള്ള ഷെല്ലാണ്. ആ ഷെല്ല് ഫിൽ ചെയ്യുമ്പോൾ ആ ഷെല്ലിലുള്ള ഡി അല്ല നമ്മൾ ഫിൽ ചെയ്യുന്നത്, അത് തൊട്ട് മുന്നേ ഉള്ള ഷെല്ലിലെ ഡി ഓർബിറ്റിലാണ് ഫിൽ ചെയ്യുന്നത്. n4 ആണെങ്കിൽ 3യിലുള്ള ഡി ഓർബിറ്റിലാണ് ഫിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ n-1 d 1 to 10 n-1 to 2 എന്ന് കൊടുക്കുന്നത്. n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുള്ള s ഓർബിറ്റിലാണ് ഫിൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ ഷെല്ലിലുള്ള ഡി ഓർബിറ്റിലാണ് ഫിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് n-1 d 1 to 10 n-1 to 2 എന്ന് പറയുന്നത്. ഇതാണ് ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. എഫ് ബ്ലോക്ക് എലിമെന്റ്സിനെ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നുകൂടി പറയുന്നു. F block elements are called inner transition elements. There are two series of F block elements, that is lanthanoids and actinoids. Lanthanoids and actinoids are F block elements. F block elements are metals. F block elements metals are. Actinoids are radioactive. Actinoids radioactive. Next topic is periodic properties. എന്താണ് periodic properties? The properties which vary in a periodic manner are called periodic properties. അതായത് ചില പ്രോപ്പർട്ടീസ് ഒരു പീരിയോഡിക് മാനറിലാണ് വേരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ atomic size, ionization enthalpy, ഇതൊക്കെ പീരിയോഡിക് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. അതായത് ചില പ്രോപ്പർട്ടീസ് ഗ്രൂപ്പിന് താഴോട്ട് വരുന്നതോറും കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, അല്ലെങ്കിൽ പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു. ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് വാരി ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് അറ്റോമിക് സൈസ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അയോണൈസേഷൻ എൻതാൽപ്പി പോലെയുള്ള പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ആറ്റം വളരെ ചെറുതായതുകൊണ്ട്
അത് അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ കോവാലന്റ് റേഡിയസ് ആണ് മെഷർ ചെയ്യുന്നത്. കൺസിഡർ എ ഡൈറ്റോമിക് ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ CN2. ഇതൊരു ഹോമോന്യൂക്ലിയർ ഡൈഅറ്റോമിക് മോളിക്യൂൾ ആണ്. ഇതിൽ 2 ആറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് ഡൈ അറ്റോമിക് മോളിക്യൂൾ ആണ്. ഈ 2 ആറ്റംസും സിമിലർ ആണ്. അതുകൊണ്ട് ഹോമോന്യൂക്ലിയർ ഡൈഅറ്റോമിക് മോളിക്യൂൾ ആണ്. ഇതൊരു കോവലന്റ് ബോണ്ടഡ് മോളിക്യൂൾ ആണ്. എന്താണ് കോവലന്റ് ബോണ്ട്? ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് ഫോം ചെയ്ത ബോണ്ടാണ് കോവലന്റ് ബോണ്ട്. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഇതില് ഈ 2 ആറ്റംസിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മെത്തേഡൊക്കെ വഴി നമ്മൾ ഇതിന്റെ ഈ 2 ആറ്റംസിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അതിന്റെ പകുതിയായിരിക്കും കോവാലന്റ് റേഡിയസ്. ഈ കോവാലന്റ് മോളിക്യൂളില് 2 ആറ്റംസിന്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. ആ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ കോവാലന്റ് റേഡിയസ്. അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്, ഒരു പീരിയഡിൽ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോഴും ആറ്റത്തിന്റെ സൈസ് കൂടിക്കൂടി വരുന്നു. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഷെല്ലിന്റെ എണ്ണം കൂടും. അതുകൊണ്ട് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടും. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഷെല്ലിന്റെ എണ്ണം കൂടി വരുന്നു. ഫോർ എക്സാമ്പിൾ നോക്കാം, ലിഥിയം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയ ലിഥിയം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 ആണ്. ഇതിന് താഴെ വരുന്ന എലമെന്റ് ആണ് സോഡിയം. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1. ലിഥിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് N=2 എന്ന് പറയുന്ന ഷെല്ലാണ്. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് N=3 എന്ന് പറയുന്ന ഷെല്ലാണ്. ഇതിൽ താഴെ വരുന്ന എലമെന്റിന് N=4 ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഷെല്ലിന്റെ എണ്ണം കൂടുന്നു. ഈ ഷെല്ലിന്റെ എണ്ണം കൂടുന്നതോറും ഇന്നർ എനർജി ലെവൽസിന്റെ എണ്ണം കൂടുന്നതോറും ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു വരുന്നു. ഇന്നർ എനർജി ലെവൽസിന്റെ എണ്ണം കൂടുന്നതോറും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണ് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറയും. ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് സ്ക്രീനിങ് എഫക്റ്റ്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഷീൽഡിംഗ് എഫക്റ്റ്. ഷെല്ലിന്റെ എണ്ണം കൂടുന്തോറും ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതായത് ന്യൂക്ലിയസിനും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനും ഇടയ്ക്ക് ഒരു സ്ക്രീൻ പോലെ ഈ ഇന്നർ എനർജി ലെവൽസ് ആക്ട് ചെയ്യും. ഇന്നർ എനർജി ലെവൽസ്, ഇന്നർ ഷെൽസ് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനും ന്യൂക്ലിയസിനും ഇടയ്ക്ക് ഒരു സ്ക്രീൻ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ്. ഇനി ഒരു പീരിയഡിൽ എങ്ങനെയാണ് അറ്റോമിക് സൈസ് വാരി ചെയ്യുന്നത് നോക്കാം. ഇൻ എ പീരിയഡ് the outermost electrons are in the same shell. ഒരു പീരിയഡില് ഉള്ള എല്ലാ എലമെന്റ്സിന്റെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് സെയിം ഷെല്ലിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. ബട്ട് the nuclear charge increases as the atomic number increases. പക്ഷെ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു.
ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ്. ഒരു പീരിയഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴും അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. അതിന് കാരണം അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതുകൊണ്ട് ന്യൂക്ലിയസ് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ കൂടുതൽ പുൾ ചെയ്യും. അതായത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിക്കൂടി വരും. അതിനാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് ഒരു പീരിയഡിൽ കുറഞ്ഞു വരുന്നു.